Hello dear students, welcome back. National Eligibility Cum Entrance Test NEET UG 2024 നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 2024 നീറ്റ് യു ജിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മെയ് 5 നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് എക്സാം ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫ്രണ്ട് പേജിൽ നോട്ടിഫിക്കേഷൻ്റെ പ്രോസ്പെക്ടസിൻ്റെ ആദ്യ തുടക്കത്തിലുള്ള പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഓൺലൈൻ സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 9th February 2024 മുതൽ 9th March 2024 ഈവനിങ് 5 PM വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം. നൗ അന്നേ ദിവസം തന്നെ രാത്രി 11:50 മുന്നേ എങ്കിലും, രാത്രി 11:50 PM മുന്നേ എങ്കിലും ഫീസ് അടച്ചിരിക്കണം. ഫീസ് അടച്ച് കൺഫർമേഷൻ പേജ് വന്നാൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയി എന്ന് കരുതാവൂ. നൗ ഈ കാണുന്ന കറക്ഷൻ ചെയ്യാനുള്ള സമയം അത് പിന്നീട് വെബ്സൈറ്റിൽ അവൈലബിൾ ആകുന്നതാണ്. ഫീ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ജനറൽ കാറ്റഗറി NRI സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 1700 1700, ജനറൽ EWS OBS നോൺ ക്രീമി ലെയർ ആണെങ്കിൽ 1600, SC ST പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി PWBD തേർഡ് ജെൻഡർ ഒക്കെ ആണെങ്കിൽ 1000 rupees ആണ് ആപ്ലിക്കേഷൻ ഫീസ്. നൗ പ്രോസസിംഗ് ചാർജ് GST പോലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരും. മറ്റ് ഡൗൺലോഡ് ചെയ്യാൻ, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനും സിറ്റി ഓഫ് എക്സാമിനേഷൻ ഒക്കെ പിന്നീടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 5th May 2024 സൺഡേ, മെയ് മാസത്തിലെ ഫസ്റ്റ് സൺഡേ. 200 minutes 3 hours 20 minutes ആണ് എക്സാം. കഴിഞ്ഞ വർഷത്തെ അതുപോലെ തന്നെ എക്സാമിനേഷന്റെ ടൈം ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 5 മണി 20 മിനിറ്റ് വരെ, 3 മണിക്കൂർ 20 മിനിറ്റ് ആണ് എക്സാം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. നൗ സെന്റർ എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡിൽ നമുക്ക് അവൈലബിൾ ആകും. അതൊക്കെ ബാക്കി ഡീറ്റെയിൽസ് പിന്നീട് വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. https:/exams.nta.ac.in/neet സൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യാം. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഇൻ ദ NTA വെബ്സൈറ്റ്. നീറ്റ് 2024 റിസൾട്ട് 14th June 2024 സൈറ്റിൽ അവൈലബിൾ ആകും എന്ന് ഓൾറെഡി നോട്ടിഫിക്കേഷന്റെ കൂടെ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നൗ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ്, നമ്മൾ എത്ര ഏജ് ക്രൈറ്റീരിയ, ബോൺ ഓൺ ഓർ ബിഫോർ December 31st 2007, 17 വയസ്സ് പൂർത്തിയാകണം. 2007 December 31 അതിന് മുന്നെയോ ജനിച്ച ആർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് എല്ലാ കാറ്റഗറിയിലും ഇത് തന്നെയാണ് ഏജ് ക്രൈറ്റീരിയ. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. എത്ര ഏജ് ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്, നമ്മൾ എലിജിബിലിറ്റിക്ക് എത്ര മാർക്ക് വേണം? അത് ജനറൽ കാറ്റഗറി ഒബിയസ്ലി സ്ലൈറ്റ് ഡിഫറൻസസ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ ബയോടെക്നോളജിയിൽ 50% മാർക്സ് വാങ്ങിയിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ OBC അല്ലെങ്കിൽ ബാക്കി കാറ്റഗറിയിലാണ് വരുന്നെങ്കിൽ 40% ആണ് ഇൻസ്റ്റെഡ് ഓഫ് 50%. സോ 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജിയിൽ ഉണ്ടായിരിക്കണം. അതും എലിജിബിലിറ്റിക്കുള്ള കണ്ടീഷനാണ്. മൂവിങ് ഓൺ, പാറ്റേൺ കഴിഞ്ഞ വർഷം നമ്മൾ എഴുതിയ അതേ പാറ്റേൺ തന്നെയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി 4 പാർട്സ് ആയിട്ടാണ് ഉണ്ടാവുക. അതിൽ തന്നെ സെക്ഷൻ A, B ഉണ്ട്. 50 ക്വസ്റ്റ്യൻസിൽ 35 ക്വസ്റ്റ്യൻസും 15ൽ 10 ക്വസ്റ്റ്യൻസും ആയിട്ട് ടോട്ടൽ 45 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഒരു പാർട്ടിൽ നിന്ന് 180 ക്വസ്റ്റ്യൻസ് ആണ് മാർക്കിന് ഇവാലുവേറ്റ് ചെയ്യുന്നത്. 17ലാണ് ടോട്ടൽ സ്കോർസ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. +4 -1 ആ വക പാറ്റേണിലൊന്നും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. ഇനി എക്സാം സെന്ററിന്റെ ഡീറ്റെയിൽസ്. 2 ചോയ്സസ് ആണ് എക്സാം സെന്ററിന് കൊടുക്കാൻ നിങ്ങൾക്കുള്ളത്. അതിൽ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും 2 അഡ്രസ്സ് കൊടുക്കാം. അഡ്രസ്സ് നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ കൊടുക്കുന്നത് ആ സ്റ്റേറ്റിലുള്ള ഏതെങ്കിലും ഒരു സിറ്റി ചൂസ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ സെന്റർ ഉണ്ട്. ഇപ്പോൾ നമുക്ക് കേരളത്തിലുള്ള ഒരു പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കൊടുത്തിട്ട് നിങ്ങൾ ചെന്നൈയിലോ ബോംബെയിലോ പോയിട്ട് എക്സാം സെന്റർ ചൂസ് ചെയ്യാൻ സാധിക്കില്ല. കേരളത്തിലുള്ള അഡ്രസ്സ് ആണോ കൊടുത്തിട്ടുള്ളത് കേരളത്തിലുള്ള എക്സാം സെന്റർ മാത്രമേ ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സ്റ്റുഡൻസ് നിർബന്ധമായും ഇവിടെ നിന്ന് തന്നെ, ഹോസ്റ്റലിൽ നിന്ന് തന്നെ ഒന്നിച്ചു പോയി എക്സാം എഴുതുന്ന തരത്തിൽ നമ്മൾ ഏത് ജില്ലയിലാണോ, മലപ്പുറം ജില്ലയിൽ തന്നെ എക്സാം സെന്റർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പ്രസന്റ് അഡ്രസ് ആയിട്ട് നിങ്ങൾക്ക് ഹോസ്റ്റൽ അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. അതിലൊരു സൈക്കോളജിക്കൽ ഫാക്ടറും കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് എക്സാമിലേക്ക് പോകുന്നത് പാരൻസിന്റെ കൂടെ ആണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കൊരു എക്സാമിന് പോകുന്ന ഫീലാണ്. അതേസമയം നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് സ്റ്റുഡൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ എക്സാം സെന്ററിലേക്ക് പോകുന്നത് കുറേം കൂടെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് അപ്രോച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഹോസ്റ്റലിലുള്ള സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും ഹോസ്റ്റലിൽ നിന്ന് തന്നെ എക്സാമിലേക്ക് പോകാനുള്ള തരത്തിൽ മലപ്പുറം ജില്ലയിൽ തന്നെ എക്സാം സെന്റർ വരുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പ്രസന്റ് അഡ്രസ് ആയിട്ട് നിങ്ങൾക്ക് ഹോസ്റ്റൽ അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്, എങ്ങനെ അപ്ലൈ ചെയ്യാം? അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
exams.nta.ac.in/NEET. Now, ഫീസ് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. മോഡ് ഓഫ് പേയ്മെന്റ് ചലാന്, ഡ്രാഫ്റ്റ് പോലത്തെ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് പോലത്തെ കാര്യങ്ങളൊന്നുമില്ല. നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഓർ UPI ഓൺലൈൻ പേയ്മെന്റുകൾ മാത്രമേ ഉള്ളൂ. ആപ്ലിക്കേഷനും ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് മുമ്പത്തെ പോലെ OBC സർട്ടിഫിക്കറ്റ് പോലത്തെ കാര്യങ്ങളൊന്നും ഓൾറെഡി അപ്ലോഡ് ചെയ്യേണ്ടതില്ല. നൗ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്ലോഡ് സ്കാൻ ഡോക്യുമെന്റ് ഇമേജസ് ഓഫ് കാൻഡിഡേറ്റ്സ് റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അതേ ഫോട്ടോ തന്നെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ആൻഡ് തമ്പ് ഇംപ്രഷൻ. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ ആണെങ്കിൽ, അതായത് ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഒക്കെ ആണെങ്കിൽ, NRIs ഒക്കെ ആണെങ്കിലാണ് സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരിക. അല്ലാത്തവർക്ക് ഇത്രേ കാര്യങ്ങളുള്ളൂ. പാസ്പോർട്ട് സൈസ് ഒരേ ഫോട്ടോ തന്നെ പാസ്പോർട്ട് സൈസ് ആൻഡ് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയിൽ ഈ ജനുവരി 1, അതായത് 2024 ജനുവരി 1 ശേഷം എടുത്ത ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോയിൽ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും ഉണ്ടായിരിക്കണം. ഫേസ് ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. 80% ഫേസ് വരുന്ന രീതിയിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ, കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ ആവാം, കളർ ഫോട്ടോഗ്രാഫ് തന്നെ എടുത്തോളൂ. ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോഗ്രാഫിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. നൗ ചെവിയുടെ കാര്യത്തിൽ ചെവി വിസിബിൾ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഫേസ് ക്ലിയർ ആയിട്ട് വിസിബിൾ ആകുക, അതായത് ഒരാളെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ക്യാപ്പ് ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ണട വെക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലാകുന്ന രീതിയിൽ വൃത്തിയായിട്ട് നല്ല വിസിബിലിറ്റി ഉള്ള രീതിയിൽ നല്ല ബ്രൈറ്റ്നെസ്സിലുള്ള ഫോട്ടോ ആയിരിക്കണം എന്ന് മാത്രം. നൗ സ്കാൻഡ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗർ തമ്പ് ഇംപ്രഷൻ ഷുഡ് ബി JPG ഫോമാറ്റ്, ഇമേജ് ഫോമാറ്റിലാണ് വേണ്ടത്. അല്ലാതെ PDF ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഫോട്ടോഗ്രാഫിന്റെ സൈസ്, അതായത് JPG പാസ്പോർട്ട് ഫോട്ടോഗ്രാഫിന്റെയും പോസ്റ്റ് കാർഡ് ഫോട്ടോഗ്രാഫിന്റെ ഒക്കെ സൈസ് കൊടുത്തിട്ടുണ്ട്. 10 KB to 200 KB സൈസിലായിരിക്കണം, അതിന്റെ ഇടയിലായിരിക്കണം. ക്ലിയർലി ലെജിബിൾ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. അതുകൂടാതെ സിഗ്നേച്ചറിന്റെ സൈസ് 4 KB to 30 KB ആയിരിക്കണം. തമ്പ് ഇംപ്രഷന്റെ കേസിൽ 10 KB to 200 KB ആണ് പറഞ്ഞിട്ടുള്ളത്. നൗ തമ്പ് ഇംപ്രഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ക് പാഡിൽ, സീൽ പാഡിൽ ഫിംഗേഴ്സ് പ്രസ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് എടുക്കുന്ന പേജിലല്ല, ഒരു റഫ് ആയിട്ടുള്ളൊരു പേജിൽ, അതായത് നമ്മളെ കയ്യിൽ നമ്മൾ ആദ്യം സീൽ പാഡിൽ മുക്കിക്കഴിഞ്ഞാൽ ഇങ്ക് നല്ലപോലെ ഇങ്ക് ഉണ്ടാവും. സോ അപ്പോൾ അതിനെടുക്കുന്ന ഇംപ്രഷനിൽ ഇങ്ക് കൂടുതലായതുകൊണ്ട്, ഓവർ ഇങ്ക് ഉള്ളതുകൊണ്ട് അത് പരക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു പേജിൽ പ്രസ് ചെയ്ത് ആ ഓവർ ആയിട്ടുള്ള ഇങ്ക് ഒക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഈ കാണുന്ന ഫിംഗറിന്റെ ടിപ്പാണ് വേണ്ടത്. അതായത് ഫിംഗേഴ്സ് ആൻഡ് തമ്പ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ഇത് തമ്പും ബാക്കി ഫിംഗേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെയൊക്കെ ഈ കാണുന്ന ലാസ്റ്റ് പീസസിന്റെ ആണ്, അവിടുത്തെ ഫിംഗർ പ്രിന്റ് ആണ് വേണ്ടത്. 10 വിരലുകളുടേതും വേണം. ഓക്കെ, ഇനി ബാക്കി ഡീറ്റെയിൽസ് അപ്പൻഡിക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ PWBD സർട്ടിഫിക്കറ്റ്, ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള 40% കൂടുതൽ സ്പെസിഫിക് ഡിസബിലിറ്റി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, അത് PDF ഫോമാറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ കാണുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുണ്ട്. സൈസ് ഓഫ് ദ സ്കാൻഡ് കോപ്പി ഓഫ് PWD സർട്ടിഫിക്കറ്റ്, ഇറ്റ് ഹാസ് ടു ബി ബിറ്റ്വീൻ 50 KB to 300 KB. ഓക്കെ, സോ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന, അങ്ങനെയുള്ള ഡിഫറൻഷ്യലി ഏബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആകും. ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് PDF ഫോമാറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം സിഗ്നേച്ചറും ഫോട്ടോയും എല്ലാം JPG ഫോമാറ്റിൽ, ഇമേജ് ഫോമാറ്റിലാണ് വേണ്ടത്. മൂവിങ് ഓൺ. പാസ്പോർട്ട് സൈസിന്റെ സൈസ് പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റിന്റെ ഫേസ് ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. 80% ഫേസ് വരുന്ന തരത്തിലുള്ള ഫോട്ടോ ആയിരിക്കണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. നൗ അതേ സാധനത്തിന് തന്നെ പോസ്റ്റ് കാർഡ് സൈസ് നമ്മൾ സ്റ്റുഡിയോയിൽ പറഞ്ഞാൽ മതി. ഇനി വേറൊരു കാര്യം, അത് നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്, ഇതിന്റെ തന്നെ ഒരു 6-8 പ്രിന്റുകൾ എടുത്തു വെച്ചോളും. നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക്, നിങ്ങൾ നീറ്റൊക്കെ ക്വാളിഫൈ ചെയ്ത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫോട്ടോ കൊടുക്കുമ്പോഴും ഇതേ എക്സാമിന് ഉപയോഗിച്ച അതേ ഫോട്ടോ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് ഇപ്പോൾ തന്നെ വെക്കാം. അതല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് കടക്കുന്ന സമയത്ത് ഇതേ ഫയൽ എടുത്ത് നിങ്ങൾ പ്രിന്റ് എടുക്കാം. അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഏതായാലും ഈ ഫോട്ടോ നിങ്ങൾ കീപ്പ് ചെയ്യുക നിർബന്ധമായിട്ടും. സിഗ്നേച്ചർ 4 KB to 30 KB ആണ് സൈസ്. അതുപോലെ തന്നെ തമ്പ് ഇംപ്രഷൻസ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ആൻഡ് തമ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്, ഈ ഫോർമാറ്റിൽ നമ്മൾ എല്ലാ വിരലുകളും സീൽ പാഡിൽ മുക്കിയതിന് ശേഷം എല്ലാത്തിലും മഷിയാക്കി ഒരു A4 ഷീറ്റിൽ കൃത്യമായിട്ട് 10 വിരലുകളും പതിയുന്ന തരത്തിൽ വെക്കുക. അതിന് മുന്നേ എക്സ്ട്രാ മഷി ഉണ്ടെങ്കിൽ അത് നിങ്ങളൊരു പേപ്പറിൽ പ്രിന്റ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി നല്ല വൃത്തിയിൽ ലെജിബിൾ ആകുന്ന, പരക്കാത്ത രീതിയിൽ തമ്പ് ഇംപ്രഷൻ കിട്ടുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഓക്കെ, അത് അപ്ലോഡ് ചെയ്യേണ്ട സൈസും പറഞ്ഞിട്ടുണ്ട്. നൗ
അത് കഴിഞ്ഞ് ഫീ പേയ്മെന്റ് ഓൺലൈൻ മോഡ് മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതും കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ പേജ് വരും. ആ കാണുന്ന കൺഫർമേഷൻ ഡൗൺലോഡ് സേവ് ആൻഡ് പ്രിന്റ് എ കോപ്പി ഓഫ് കൺഫർമേഷൻ പേജ്. ഈ കൺഫർമേഷൻ പേജ് വന്നാൽ മാത്രമേ നമ്മൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന അർത്ഥമുള്ളൂ. അത് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കീപ്പ് ചെയ്യുക. ഫീ റെമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഫോമും കൺഫർമേഷൻ പേജ് അഥവാ കൺഫർമേഷൻ പേജ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആവുകയുള്ളൂ. നൗ ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൽ 1-2 കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്. നീറ്റ് UGയിൽ അഡ്മിഷൻ വരുന്നത് MBBS, BDS, BSc നഴ്സിംഗ് പോലെയുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളാണെങ്കിലും ഓൾ ഇന്ത്യ, കേരള അല്ലെങ്കിൽ സ്റ്റേറ്റ് മെഡിക്കൽ കോളേജുകളാണെങ്കിലും ഡീംഡ് കോളേജുകളുണ്ട്. എയിംസ്, ജിപ്മർ പോലുള്ള AFMC പോലുള്ള കോളേജുകളിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ ആയുർവേദ, യുനാനി, സിദ്ധ, ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഇതേ UGയുടെ അണ്ടറിലായിരുന്നെങ്കിൽ ഈ വർഷം അത് സെപ്പറേറ്റ് എക്സാം ആകും എന്ന് ഒരു ന്യൂസ് ഓൾറെഡി വന്നിരുന്നു. അതിനെപ്പറ്റി യാതൊരു ഡീറ്റെയിൽസും പറഞ്ഞിട്ടില്ല. അത് ആയുഷിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആകും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൂടാതെ അലോട്ട്മെന്റ് സെൻട്രലൈസ്ഡ് ആകും. സ്റ്റേറ്റ് അലോട്ട്മെന്റ് ഓൾ ഇന്ത്യ കോട്ട സെപ്പറേറ്റ് ഇല്ലാതെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് ആകും എന്നൊരു ന്യൂസ് പുറത്തു വന്നിരുന്നു. അലോട്ട്മെന്റിന്റെ പ്രൊസീജിയറുകളെ പറ്റിയും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഈ പറയുന്ന നോട്ടിഫിക്കേഷനിൽ പുറത്തു വന്നിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒരു ചെറിയ സാമ്പിളും കൂടെ കാണിക്കാം. ഇതാണ് നമ്മൾ പറയുന്ന exams.nta.ac.in/NEET വെബ്സൈറ്റ് അഡ്രസ്സ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് കിട്ടുക. അതിൽ ലേറ്റസ്റ്റ് ന്യൂസ്, ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ എന്ന് പറയുന്ന നീറ്റ് UGയുടെ രജിസ്ട്രേഷൻ ഉള്ളതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ NEET.ntaonline.in എന്ന് പറയുന്ന ഫ്രണ്ട് എൻഡ് വെബ് എന്ന് പറയുന്ന ഒരു പേജിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷനും പിന്നെ ആപ്ലിക്കേഷൻ ഫോമിൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യലുമാണ്. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാം. അവിടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനൊക്കെ ഡൗൺലോഡ് ചെയ്യൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഞാനത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ചെന്ന് കഴിഞ്ഞാൽ അവസാനം ഐ ഹാവ് ഡൗൺലോഡഡ് ദ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ID ഉപയോഗിച്ചാണ് നമ്മൾ ഈ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐ ഹാവ് ആധാർ നമ്പർ ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ ഡിജി ലോക്കർ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നോൺ ഇന്ത്യനൊക്കെ ആണെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ പാൻ കാർഡ് ഒക്കെ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷന്റെ സമയത്ത് മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുക്കാനുണ്ടാവും. നിർബന്ധമായും നിങ്ങളുടെയോ നിങ്ങളുടെ പാരന്റ്സിന്റെയോ കൊടുക്കാൻ. അതിൽ വരുന്ന ഇൻഫർമേഷൻസ് ഇമെയിലിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവുക. ഈ പറയുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വെരിഫൈ ചെയ്യാൻ OTP വരും. ആ OTP എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. ഈ ഇമെയിലിലും മൊബൈൽ നമ്പറിലുമാണ് SMS ആയിട്ടും ഇമെയിൽ ആയിട്ടും എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും വരുന്നത്. സോ നിരന്തരം ആ കാണുന്ന ഇമെയിൽ ID ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ കിട്ടി, രജിസ്ട്രേഷൻ കഴിഞ്ഞ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടി, അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുണ്ടാവും. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാകും, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, 10th മാർക്ക്, അതുപോലെ തന്നെ പേര്, ഫാദർ മദർ നെയിം, അതുപോലെ തന്നെ OBC ആണോ അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുണ്ടാകും. അതെല്ലാം നിങ്ങൾ SSLC ബുക്കിൽ, അതായത് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദർ മദർ പേര്, ഇത്രയും കാര്യങ്ങൾ SSLC ബുക്കിലുള്ളത് കൃത്യമായിട്ട് അത് തന്നെ ഫോളോ ചെയ്യുക. അതേസമയം അഡ്രസ്സിന്റെ കാര്യത്തിൽ നിന്ന് SLC ബുക്കിലുള്ള അതേ അഡ്രസ്സ് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. സോ SSLC ബുക്കിന്റെ ഫോളോ ചെയ്തിട്ടായിരിക്കണം ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അഥവാ സംഭവിച്ചാൽ ഒരിക്കലും മറ്റൊരു ആപ്ലിക്കേഷനും കൂടെ കൊടുക്കരുത്. കാരണം നമ്മുടെ ആധാർ ID ഉപയോഗിച്ചാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഒരു IDയിൽ ഒരു ആധാർ നമ്പറിൽ 2 ആപ്ലിക്കേഷൻ ഒരിക്കലും വരാൻ പാടില്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരിക്കലും വീണ്ടും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന രീതിയല്ല. പകരം ഈ കാണുന്ന ആപ്ലിക്കേഷന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് സമയം കറക്ഷനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ആ അവസരത്തിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ലാംഗ്വേജ് എക്സാമിനേഷൻ സിറ്റി പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏത് മീഡിയത്തിലാണ്, ഇംഗ്ലീഷ് മീഡിയം എല്ലാവരും പ്രിഫർ ചെയ്യുക. നിങ്ങൾ മലയാളം എടുത്തു കഴിഞ്ഞാലും ഇംഗ്ലീഷും മലയാളവും ക്വസ്റ്റ്യൻസ് അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. അതിൽ തന്നെ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസിനാണ് ഫൈനൽ ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ അപ്പോൾ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. എക്സാമിനേഷൻ സിറ്റീസോ ലാംഗ്വേജ് മീഡിയം പോലുള്ള കാര്യങ്ങളോ ഒന്നും പിന്നീട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും കറക്ഷൻസ് വന്നാലും കറക്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു വിൻഡോ ഉണ്ടാകും. അതിനും ശേഷം പിന്നെ കറക്ഷൻസ് ഉണ്ടാവില്ല. പരമാവധി എടുത്തു പിടിച്ച് ചാടിക്കേറി കൊടുക്കേണ്ടതില്ല. പാരൻസുമായിട്ട് ആലോചിച്ച് എക്സാമിനേഷൻ സിറ്റീസിന്റെ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ OBC ആണോ, നോൺ ക്രീമി ലെയർ ആണോ, EWS ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. എന്നിരുന്നാലും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഏതായാലും ഇതാണ് നീറ്റ് UGയിലെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട രീതികൾ. മെയ് 5-ന്
ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 5:20 വരെയാണ് എക്സാം. 3 മണിക്കൂർ 20 മിനിറ്റ് എക്സാം സമയം. അതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നിങ്ങൾ ഇനി രജിസ്റ്റർ ചെയ്യുക. ശേഷം നല്ല വൃത്തിയായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.